ഇങ്ങോട്ട് നടക്കുവേ, പുറത്തേക്ക് നടക്കേ, ഈശ്വരാ എന്താ അപ്പത്? ഓരോരോ വേണ്ടാത്ത കാട്ടിക്കൂട്ടുമ്പോ ആലോചിക്കണം കുടുംബത്ത് ദോഷം ഉണ്ടാവും എന്നുള്ളത്. ഡാ വെയിറ്റസേ, തങ്ക ഇങ്ങോട്ട് വാ. ഇപ്പിറ്റത് എവിടെ പോയി കിടക്കണ്? ഇങ്ങോട്ട് വാ വേഗം. ചൂടുകാരനായിരിക്കുമല്ലേ അമ്മാവ? എടി ചൂടുകാരനല്ല, ചൂടുകാരനാണെങ്കിൽ അപ്പുറത്തപ്പുറത്ത് എവിടെയും പോയിരുന്നൂടെ? ഇതിവിടെ വന്നത് സർപ്പകോപാണ്, അത് കാണിച്ചു തന്നതാ. ആവശ്യമില്ലാതെ പ്രസാദൊക്കെ എടുത്തിട്ട് അകത്ത് കനകന്റെ റൂമില് പാമ്പ്. എന്നിട്ടാണ് ഞങ്ങളെ പാമ്പിന്റെ വായി കൊണ്ടിട്ട് എന്താ ചെയ്യേണ്ടി ചോദിക്കാനാണ്? നിങ്ങൾ അതിന് വരുതാണല്ലോ. പാമ്പിനെ കണ്ടോ? മുറിയിലാണ്. ആരാ കണ്ടത്? പാമ്പിനെ ആരാ കണ്ടത്? നിങ്ങൾ എന്ത് കണ്ടു? പാമ്പിനെ കണ്ടോ നിങ്ങൾ? ശബ്ദം കേട്ട്. പാമ്പിന്റെ ശബ്ദം എന്തെന്ന്? എങ്ങനെ പാമ്പിന്റെ ശബ്ദം? കുട്ടികള് മാത്രല്ല ഞങ്ങളും കേട്ടു. എങ്ങനെ നിങ്ങൾ കേട്ടോ? ഇല്ല. എങ്ങനെ കേട്ടെ? ആണോ? അപ്പൊ പാമ്പ് തന്നെയാണ്. നോക്കട്ടെ, പാമ്പ് തന്നെയാണ്. അതെ, റാക്കിന്റെ മുകളിൽ നിന്നാണ് ശബ്ദം കേട്ടത്. കുട്ടികൾ കേട്ടത് ഞങ്ങൾ നിൽക്കുമ്പോ ഞങ്ങളും ശബ്ദം കേട്ടു. എന്നാ ഒന്ന് വന്നു നീ കളിക്കരുത്. നിന്റെ പാമ്പ് നിന്റെ ആരടി? നിന്റെ കുഞ്ഞമ്മയുടെ മോളാ അങ്ങ് ചെന്ന് കേറാനായിട്ട്. പാമ്പിനെ കളയണ്ടേ? കളയാതെ എങ്ങനെ ചെന്ന് പോയാൻ പറഞ്ഞാ പോവോ? അതിന്റെ കമ്പ എന്തായാലും എടുക്കണം. ഒരു മണവും ഇല്ലേ? ആ ഒരു മണുണ്ട്, ഒരു കപ്പ പുഴുങ്ങിയ മണം. പാമ്പ് വാ പൊളിക്കുമ്പോ ഒരു മണം ഉണ്ടെന്ന് പറയത്തില്ല, അങ്ങനത്തെ ഒരു മണം. അതെങ്ങനെ അറിയോ? മൂർഖനാണ്. അതാണ് ഇരിക്കുമ്പോ മുട്ടിട്ടിട്ട് അണയിരിക്കുമ്പോഴാണ് ഈ സ്മെല്ല് വരിക. അതാ റേക്കില് മുട്ടിട്ടിരിക്കാണ്. ഇത് സംഭവം ഉണ്ടായി ഞങ്ങളുടെ പാർട്ടി ഓഫീസിലുണ്ടായി കുറച്ചാൾ മുമ്പ്. ഞാൻ ഇങ്ങനെ പാർട്ടി ഓഫീസിൽ എന്ന് നേരത്തെ ചെല്ലുമല്ലോ, ഇങ്ങനെ ചെല്ലുമ്പോ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഒരാക്കല്. അപ്പൊ ഞങ്ങള് അപ്പോഴും പാർട്ടി എതിർ പാർട്ടിയായിട്ട് ഭയങ്കര ഉടക്കായിരുന്ന സമയമാണ്. നമ്മൾ കരുതിയ മതിലിന്റെ അപ്പുറത്ത് നിന്നിട്ട് എതിർ പാർട്ടിക്കാരൻ വന്ന് നമ്മളെ കളിയാക്കിയിട്ട് പോകുന്നുണ്ട്. നേരെ ചെന്ന് അവന്റെ പാർട്ടി ഓഫീസൊക്കെ അടിച്ച് പൊളിച്ച് തകർത്തിട്ട് ഞങ്ങളെല്ലാം കൂടെ വന്നിരുന്ന് സോഡ നാരങ്ങ കുടിച്ചോണ്ടിരുന്നപ്പം വീണ്ടും ചേർക്കുന്നത്. അയ്യോ, അതേമാതിരി ശബ്ദം കേട്ട്. സംഭവം എന്താണ്? അങ്ങനെ ഇടക്കണം മുട്ട ഇട്ടിട്ട് മൂർക്കാൻ. എന്നിട്ട് എന്താ അപ്പൊ തന്നെ എല്ലാരും കൂടെ കൂടി തീരുമാനിച്ച് നമ്മളെല്ലാം കൂടെ സ്ട്രോങ് ആയിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട്. അവന്റെ മഹാഭാവി അതിനൊന്നും കൊല്ലാൻ പാടില്ല, കുടുംബത്ത് ദോഷം ഉണ്ടാവും. ആര് കൊന്ന്? ഞങ്ങളെല്ലാം അവിടെ പാർട്ടി ഓഫീസ് പൂട്ടി 1.5 മാസത്തേക്ക് പിന്നെ പാർട്ടി ഓഫീസ് തുറന്നേ ഇല്ല. കിടന്ന അങ്ങനെ 1.5 മാസം മുട്ട ഇട്ടിട്ടുണ്ടോ നോക്കട്ടെ. പിന്നെ അതിനെ കാണിച്ചു തരാ. പാമ്പ് മുട്ടിട്ട് കിടക്കുമ്പോ ആര് ചെന്നാലും ചീച്ചിങ്ങോട്ട് വരും. ഞങ്ങൾ 4 പേരും കേട്ടത് ഇങ്ങോട്ട് വന്നേ. ഞാനിത് എപ്പോഴും പറയണാണ്, ഈ വീട് ഇവിടെ എന്തോ പണ്ടെന്താണ്ട് ഒരു ഈ പാമ്പിന്റെ ഇതായിരുന്നു. ഇന്ന് കാണിച്ചു തന്നോടാ. അന്ന് ഞാൻ വരുമ്പോ കാണിച്ചു തന്നു. ആവശ്യമില്ലാണ്ട് ആ പ്രസാദം എടുത്ത് കളിക്കുമ്പോ തന്നെ ഞാൻ കണക്കാക്കി എന്തോ ദോഷം വരാണ്ട്. ഇനി ഇത് പറഞ്ഞോണ്ട് നിൽക്കാതെ എന്താ ഇതിനുള്ള വഴിന്ന് നോക്ക്. ഇനി ചെയ്യണം എന്താ? ജംഗ്ഷനിൽ പോയ പയ്യന്മാരെ വിളിച്ചോണ്ടിരാ ഞാൻ തല്ലിക്കൊല്ലാം. കൊല്ലാൻ പാടില്ല, ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷവും. പിന്നെ കയറി ഇരുന്ന് ആവാസതരം കാണിക്കാമോ? ആവാസമല്ല, ആവാസ വ്യവസ്ഥ. എന്ത് കുമ്പായാലും ഇതിനെ തല്ലി കൊല്ലണം. ഇങ്ങൊന്നും ഇല്ലാതിരിക്കെ കൊല്ലാൻ പാടില്ല, സർപ്പകോപം ഉണ്ടാവും. പിന്നെ ഒരു കാര്യം ചെയ്യും, സദ്യയൊക്കെ വെച്ച് നിങ്ങൾ കൂടെ ഇതിനങ്ങോട്ട് ഊട്ട്. എടാ കനകനെ വിളിച്ചു കഴിഞ്ഞ പ്രാവശ്യം എന്റെ റൂമിൽ നിന്ന് പാടില്ലേ? മനുഷ്യരെ ഉയര് പേടിച്ച് നിൽക്കുമ്പോ അവിടെ നിന്ന് നീ കട നിന്നെ മനുഷ്യരെ പേടിക്ക് ഒന്നാമത് പേടിച്ച് നിൽക്കണം അതിന്റെ ഇടയ്ക്ക്. അതെ, ഇതിപ്പോ തല്ലിക്കൊല്ലണം. ഇതിനകത്ത് ഇങ്ങനെ ഇട്ടിരുന്ന ഇത് അവിടെ ഇവിടെയൊക്കെ കയറിയിട്ട് നേരെ വരും ഞങ്ങളെ ബെഡിന്റെ അടിയിൽ. ഇല്ലടാ, മുട്ട ഇട്ടിട്ടാണ് ഇരിക്കണ പാമ്പ്. മുട്ട വിരിയുന്നവരെ എങ്ങോട്ടും പോവില്ല. ആരെങ്കിലും മുട്ടയുടെ അടുത്തേക്ക് ചെന്നാ ചീറ്റി വരും, അത്രേ ഉള്ളൂ. കൊല്ലാൻ പാടില്ല. ഇങ്ങനെ പത്രം വായിക്കണ പോലെ പറയുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ചെയ്യാൻ വിളിക്കാം, കനകനെ വിളിക്കാം. എന്റെ റൂമിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു പാമ്പിനെ കിട്ടിയില്ലേ? ആ പാമ്പിനെ പിടിച്ചോനായിട്ട് ഇങ്ങോട്ട് വരാൻ പറയാ. അയാൾ വന്നിട്ട് പാമ്പ് മുട്ടയിട്ട് അങ്ങോട്ട് പൊക്കോളും. ഏവരെ പിടിച്ചാലും ഇതിനെ തല്ലിക്കൊല്ലണം. എന്റെ ക്ലീറ്റോ വന്യമൃഗങ്ങളെ കൊല്ലാൻ പാടില്ലെന്ന്. വന്യമൃഗം അല്ലേ, ഇഴജന്തു അല്ലേ? എന്താ ആവട്ടെ മിണ്ടായിരിക്കും. വിട്ടണോ? അതെ, ആള് കൂടിയാ പാമ്പ് ചാവില്ല. ഇറങ്ങിക്കോ, പുറത്തേക്ക് ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ. നീ ഇവിടെ വന്നിട്ടില്ലേ? ഇല്ല, ഇത് പക്ഷെ ഭയങ്കര സംഭവം തന്നെ. കാണാൻ നല്ല രസമുണ്ടല്ലേ? എല്ലാം ആയില്ല ആയില്ലേ? ഇത് പക്ഷെ ഒരു സത്യം ഉണ്ട് കേട്ടാ. ഇവിടെ നിന്ന് പോകുമ്പോ കുറച്ച് കൊണ്ടുപോകണം. നല്ല വളവിടാത്തോണ്ടേ നല്ല ഇതായിരിക്കും. എന്തോന്ന് വളവിടാത്ത ഇത് എന്റെ പൊന്നളിയാ. ഇതെല്ലാം വളമിട്ട തന്നെ. വളമിടാതൊന്നും നടക്കൂല ഇപ്പോഴത്തെ കാലത്ത്. അതൊക്കെ നേരത്തെ. പിന്നെ വീട്ടിലേക്ക് 1-2 ഇത് വേണമെങ്കിൽ നമുക്ക് വളമിടാതെ വെക്കാം. വീട്ടിൽ കൃഷി ചെയ്താ. അല്ലാതെ ഇതിങ്ങനെ ഈ 3 എണ്ണം വെച്ചിട്ട് വളവിടാതെ കീടനാശിനി അടിക്കായിരുന്നല്ലേ അവസാനം. വേണ്ട. ഓ, ഇത് ഇങ്ങനെ പുഴു കുത്തി ഇത് കുത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അടി പറ്റിയില്ല, അതാണ് പറ്റിയത്. ഇത്രയും നല്ല സ്ഥലം ഉണ്ടായിരുന്നു ചേട്ടാ. ഇവിടെ ഇരുന്നൊക്കെ അടിച്ചാൽ പോരെ സാധനങ്ങളൊക്കെ. സാധനം ഉണ്ടാ? ബീസാറിന്റെ അളിയൻ വന്ന് ഗൾഫിൽ നിന്ന്. അപ്പൊ എനിക്ക് കുറച്ച് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിലൊരു സാധനം ഇരിപ്പുണ്ട്. നീ എടുത്തോണ്ട് വാടേ, എടുത്തോണ്ട് വാ. ഇപ്പൊ കൊണ്ടുവരാൻ അങ്ങനെയാണ്. വൈകുന്നേരമല്ലേ പറ്റുള്ളൂ. വൈകുന്നേരം പറ്റുള്ളൂ. ശരി, വൈകുന്നേരം എവിടെ ഇരിക്കാം? അല്ല, 'അന്നത്തെ പോലെ നോക്ക് നിന്റെ വീട്ടിൽ ഇരുന്നാലോ. ഹലോ, എന്തോന്ന്
മതിയായില്ലല്ലോ എനക്ക്? നിനക്കെന്ത് കുഴപ്പം? ഞാനല്ലേ അനുഭവിച്ച മൊത്തം. അവളിനി എന്നെ പറയാവുന്ന ബാക്കിയില്ലെന്നല്ലോ. പോലെ മതി ആയില്ല. നീ എന്തോന്ന് പറയുന്നത്? ഞാൻ 2 ദിവസം പേടിച്ച് കിഴങ്ങി നേരെ ആകാരം വീട് ഉറക്കാനും പറ്റില്ല. ഇനിയിപ്പോൾ അവർ വിളിച്ചിട്ട് രാഗിരാറ്റ ഒറ്റ പറയുകയാണെങ്കിൽ അയാളടുത്ത് പറഞ്ഞേ. പക്ഷെ എന്താണെന്ന് അറിഞ്ഞൂടാ. എനിക്കിപ്പോൾ ഉറക്കമൊന്നുമില്ലല്ലോ. 2 ദിവസമായിട്ട് ഞാനിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം എല്ലാ ദിവസം പറയും വൈകുന്നേരം കൂട്ടുകാരന്മാരെ വിളി, കള്ള എൻ്റെ ജീവിതത്തിൽ കുടിച്ച വെള്ളത്തിൽ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളൂല, എന്തൊക്കെ നമ്പരായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ എന്നെ കൊല വിളിച്ചു. ഇത്ര നാൾ ഉണ്ടാക്കി വെച്ച പേരെല്ലാം അതുകൊണ്ട് പാട്ടത്രയും സൂപ്പറായിരുന്നു. നമുക്ക് എന്തിരിക്കാം അപ്പം? നമുക്ക് അടുത്ത ആഴ്ച ഇരുന്നല്ല? അതെ, അടുത്ത ആഴ്ച പറ്റില്ല. അടുത്ത ആഴ്ച എനിക്ക് മണ്ണാർ സ്ഥലം പോകണം. മണ്ണാർ സ്ഥലം എന്തിനാ? അതായത് ഈ കൊച്ചുണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഈ ഉരുളി കമത്താൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കൊച്ചുണ്ടല്ലോ, അപ്പോൾ കൊച്ചു വന്നുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഉരുളി ഇങ്ങനെ തിരിച്ചു അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അപ്പം ഞാനത് മറന്നുപോയി. അപ്പോൾ ഇപ്പം അമ്മ പറഞ്ഞു വെച്ചാൽ അത് ഉടനെ പോകണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്, സർപ്പദോഷം ഉണ്ടാവും, പാമ്പ് കടിയേക്കും. അപ്പോൾ അത് കാരണം നമുക്ക് ഇനി പോകാതിരിക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? അത് കാരണം അവരുടെ വിശ്വാസങ്ങളാണ്. രാവിലെ തന്നെ കൊച്ചുങ്ങൾ ആ മഞ്ഞപ്പൊടി എടുത്ത് കളിച്ചെന്ന് പറഞ്ഞാൽ അമ്മാവ് ഇനി പറയാനൊന്നും പറ്റില്ല. അമ്മ വന്നിട്ടുണ്ടോ? അമ്മാവനാണല്ലേ ഭക്തിയുടെ ആള്. ഓക്കെ പുള്ളി പറഞ്ഞാൽ കേട്ടല്ലേ വരുള്ളൂ, പ്രായത്തിൽ കൂത്താണല്ലേ. അപ്പൊ പിന്നെ സമാധാനമായിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അവിടെ ഹലോ, അത് ശരി. ഞാൻ എന്താ പറഞ്ഞിട്ട് പോടാ. ഒന്നുമില്ല, ഞാൻ വരാം, ഞാൻ വിളിക്കാം.